ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എവിടെയാണെന്നല്ലേ, മഹീന്ദ്രയുടെ ഷോറൂമിലാണ്. ഫറൂഖ് ചുങ്കത്തിലുള്ള ഇറം മോട്ടോഴ്സിലാട്ടോ 7 സീറ്റർ വണ്ടി ഇവിടെ കണ്ടു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എന്താ, ഇതൊരു നല്ലൊരു ഡീലിൽ കിട്ടുമെന്ന് പറഞ്ഞു ഇവിടെയുള്ള ആളോട് ചോദിച്ചറിയാം. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കേട്ടോ ബ്രോ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു ബ്രോ. എന്താണ്, ഏതാ വണ്ടി, എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് മറാസോ എന്നുള്ള പ്രൊഡക്റ്റ് ആണ്. 7 സീറ്ററിലും അതുപോലെ തന്നെ 8 സീറ്ററിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു മഹീന്ദ്രയിലെ ഒരു MPV പ്രൊഡക്റ്റ് ആണ്. മന്ത്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 lakhന്റെ ക്യാഷ് ഡിസ്കൗണ്ട്, 3 lakhന്റെ ക്യാഷ് 3 lakh ആ ഒരു വണ്ടി ഇറക്കാൻ പറ്റൂലേ? ഓക്കെ, റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. റെഡി സ്റ്റോക്ക് അവൈലബിൾ. ഇനി അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഇതില് മഹീന്ദ്രയിൽ തന്നെ 7 സീറ്റർ 8 സീറ്റർ ഇത് മാത്രമേ ഉള്ളൂ തോന്നുന്നു. 7 സീറ്റർ കാറ്റഗറിയിൽ MPV കാറ്റഗറിയിൽ ഇത് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊരു ആര് കൺസിഡർ ചെയ്യണം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ? ഇപ്പം ഇതൊക്കെ നമുക്ക് മെയിൻലി നമ്മൾ ഒരു ടാക്സി കസ്റ്റമേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് ഇതിനകത്ത്. അതായത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജും കാര്യങ്ങളും നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 17 കിലോമീറ്റേഴ്സിന് നോർമൽ ജേണി ആണെങ്കിൽ 17 കിലോമീറ്റേഴ്സിന് മൈലേജ് തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഒരു ഹൈവേയിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 20 റേഞ്ചിലേക്ക് നമുക്ക് ഇത് മൈലേജ് ഫീഡ്ബാക്ക് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ വേറെ കാര്യം ചോദിക്കട്ടെ ബ്രോ, ഇതിന്റെ എഞ്ചിനൊക്കെ എത്രയാണ് വരുന്നത്? ഡീസൽ തന്നെയല്ലേ? ഡീസൽ എഞ്ചിൻ തന്നെയാണ്. 1.5 ലിറ്റർ എഞ്ചിനാണ് ഇതിൽ നമ്മൾ യൂസ്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര വലിയ വണ്ടി പോലെ തോന്നി. അതായത് ഒരു 7 സീറ്റർ വെഹിക്കിൾ ആണ്. അപ്പൊ അത്യാവശ്യം നല്ല വീൽ ബേസും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം നമ്മളെ സ്പേസ്, ലെഗ് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ആണ്. ഇതിൽ 3 റോല് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എനിക്കോട് മറ്റേ ക്രാങ്ക്ഡ് ആയിട്ട് ബാക്കിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥ ഇല്ല. പുറകിൽ ഇരിക്കുന്ന ടൈമിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ട്, അതായത് നമ്മൾ ലെഗ് സ്പേസിന്റെ ബുദ്ധിമുട്ടാണ് നമുക്ക് മെയിൻലി ഉണ്ടാവുക. ആ ഒരു ഇതിനകത്ത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിലെ സസ്പെൻഷന്റെ, റിയറിലെ സസ്പെൻഷന്റെ ട്രാവലിംഗ് ലെങ്ത് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കംഫർട്ട് ആയിട്ട് നമുക്ക് ജേർണി ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലെ AC-യുടെ ഒരു ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറൗണ്ട് കൂൾ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഇതാണ് ഇതിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ക്യാബിന് പെട്ടെന്നായിരിക്കും കൂളിംഗ് ഡയറക്ട്ലി ഫേസിലേക്ക് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ ഫുൾ ആയിട്ട് കവറേജ് ചെയ്യുന്ന ടൈപ്പിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഇതിൽ AC-യുടെ വെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ഡയറക്ട്ലി അതായത് ഡയറക്ട്ലി നമുക്ക് ഫേസിലേക്ക് കൂടുതൽ AC-യുടെ ഫ്ലോ വേണമെന്നുണ്ടെങ്കിൽ ഇത് ത്രൂ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇനി അതല്ല, നമുക്ക് കൂടുതൽ നേരം ഫേസിലേക്ക് ഡയറക്ട്ലി വരുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വെന്റിലൂടെ അതിലും വരാം അല്ലേ? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഡയറക്റ്റ് ഡിഫ്യൂസ് എന്നുള്ള രണ്ട് മോഡൽ. ഡയറക്റ്റിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡയറക്റ്റ്ലി നമുക്ക് ഫേസിലേക്ക് ആയിരിക്കും വരിക. അതായത് 4. അപ്പം ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഇനി അറിയണമെന്നുണ്ടെങ്കിൽ ബ്രോനെ വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും. ഓക്കെ, ഇതിൽ ഒരുപാട് വേറെ വണ്ടികളും ഉണ്ട്. നമ്മൾ അത് ഇൻഡിവിജ്വൽ ആയിട്ട് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി നമുക്ക് ചെയ്യാൻ പറ്റില്ല ബ്രോ. തീർച്ചയായിട്ടും. അപ്പൊ താങ്ക് യു ബ്രോ. താങ്ക് യു ഗൈസ്. താങ്ക് യു ബ്രോ. ഓക്കെ, അപ്പം ഇതാണ് വണ്ടീന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചു നോക്കാം. ഞാൻ ബ്രോന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം കേട്ടോ.